എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ സ്ക്രപ്പുലോസിറ്റി OCD എന്ന ഒരു OCDയെക്കുറിച്ച് സംസാരിക്കാം. ഈ OCDയിൽ നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണ് പേടിയായി മാറുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തന്നെ റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരിക്കുകയാണോ? ഞാൻ ദൈവത്തെ അപമാനിക്കുകയാണോ? ഞാൻ ദൈവത്തെ കുറ്റം പറയുകയാണോ? ദൈവം എന്നെ ശിക്ഷിക്കുമോ? ഞാൻ ചെയ്യുന്നത് ദൈവത്തിന് നിരക്കാത്തതാണോ? ഞാൻ എന്തുകൊണ്ട് എപ്പോഴും ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു? ഞാൻ നരകത്തിൽ പോയാൽ എന്തു ചെയ്യും? ഞാൻ സ്വർഗത്തിലെത്തിയില്ലെങ്കിൽ എൻ്റെ ജീവിതം വെറുതെയാവില്ലേ? എന്നെല്ലാമുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? എത്ര തന്നെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും, എത്ര തന്നെ പരിഹാരക്രിയകൾ ചെയ്താലും, എത്ര തന്നെ മന്ത്രങ്ങൾ ഓതിയാലും, എത്ര തന്നെ സമാധാന വാക്യങ്ങൾ കേട്ടാലും ഈ ചിന്തകൾ നിങ്ങളിൽ നിന്നും മാറുന്നില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ വിശ്വാസം കുറവാണ് എന്നല്ല ഇതിനർത്ഥം. നിങ്ങൾക്ക് സ്ക്രപ്പുലോസിറ്റി OCD ഉണ്ട് എന്നാണ് ഇതിനർത്ഥം. ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഫെയ്ത്ത്, അതായത് നമ്മുടെ വിശ്വാസം, റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസം, ദൈവത്തോടുള്ള വിശ്വാസം, അത് ഒരു പരിധി കഴിഞ്ഞാൽ പേടിയായി മാറും. ആ പേടിയാണ് നമുക്ക് ഈ സ്ക്രപ്പുലോസിറ്റി OCD ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. ഇത് OCD ആണ്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ഇതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. ഒരുപക്ഷെ മരുന്ന് കഴിക്കേണ്ടതായി വരാം. ഈ വീഡിയോ മുഴുവനായും കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാനതിന് മറുപടി തരാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദയവ് ചെയ്ത് കമൻറ്റ് സെക്ഷൻ വായിക്കരുത്. OCDയിൽ CBT എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ CBT എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഉള്ളൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, വായിക്കാം. ആദ്യം എന്താണ് സ്ക്രപ്പുലോസിറ്റി OCD എന്ന് നോക്കാം. പാപം ചെയ്യുന്നതിനെ പേടിക്കുന്നു, എപ്പോഴും പാപം ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം കറക്റ്റഡ് ആണ് എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ദൈവനിഷേധമുള്ള ചിന്തകൾ, ദൈവത്തെ നിഷേധിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ റിപ്പീറ്റഡ്ലി വരുന്നതായി നിങ്ങൾ കാണുന്നു. മനസ്സിനകത്ത് പതിയെ പതിയെ സാത്താൻ കയറിക്കൂടിയ പോലെ, അല്ലെങ്കിൽ ഒരു ദുഷ്ടശക്തി കടന്നുകൂടിയതുപോലെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നു. നിങ്ങളുടെ പ്രശ്നം സ്ക്രപ്പുലോസിറ്റി OCD ആയിരിക്കാനാണ് സാധ്യത. എന്തുകൊണ്ടാണ് ഈ OCD നിങ്ങളുടെ വിശ്വാസത്തെ ടാർഗറ്റ് ചെയ്യുന്നത്? സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, OCD എന്ന് പറഞ്ഞാൽ ഈ കൈകൾ എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കുക, സാധനങ്ങൾ അടുക്കിപ്പെറുക്കി വയ്ക്കുക, അതേപോലെ എനിക്ക് ഹോമോസെക്ഷൽ ഐഡിയേഷൻ ഉണ്ടോ എന്നുള്ള ചിന്തകൾ വരിക. റിലേഷൻഷിപ്പിൽ OCD ഉണ്ട്. പക്ഷേ ഇത് എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ മാത്രം കയറി പിടിക്കുന്ന ഒരു OCD ആണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ഥിരമായ ഒന്നല്ല. അതൊരു അബ്സ്ട്രാക്റ്റാണ്. ഒരു ഏകദേശം നമുക്കൊരു കൃത്യമായി കാണാൻ കഴിയാത്ത ഒന്നാണ്, കൃത്യമായി അനുഭവിക്കാൻ കഴിയാത്ത, കൃത്യമായി വിശദീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ OCDക്ക് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഇത്രയധികം ശക്തി ഉണ്ടാവുന്നത്. 100% ഉറപ്പായി ഒരു കാര്യം നമുക്ക് പ്രൂവ് ചെയ്യുവാൻ കഴിയുകയില്ല ഫെയ്ത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ. പൊതുവെ വിശ്വാസം ആക്ഷനിൽ അധിഷ്ഠിതമാണ്. പൊതുവെ വിശ്വാസം ആക്ഷനിലും ഇൻറ്റൻഷനിലും രണ്ടും അധിഷ്ഠിതമാണ്. OCD മിക്കവാറും നിങ്ങളുടെ ചിന്തകളെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന് എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്ക്രപ്പുലോസിറ്റി OCDയിൽ, ഫെയ്ത്ത് റിലേറ്റഡ് ആയിട്ടുള്ള, വിശ്വാസം റിലേറ്റഡ് ആയിട്ടുള്ള OCDയിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ എപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന്, ഞാൻ ദൈവത്തെ ഇപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞ് നിന്ദിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, അത് ശരിക്കും ഞാൻ എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചതാണോ? അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് നിന്ദിച്ചതാണോ? അതല്ലെങ്കിൽ സാത്താൻ എൻ്റെ മനസ്സിൽ കയറി എന്നെ കൊണ്ടത് പറയിച്ചതാണോ എന്ന് ചോദിക്കും. മനസ്സ് നിങ്ങളോട് റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. OCD നിങ്ങളോട് ചോദിക്കുകയാണ്, എൻ്റെ ചിന്താരീതി അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യം 100% പ്യുവറാണോ? അതല്ലെങ്കിൽ ഞാൻ ഫേക്ക് ആയിട്ടുള്ളൊരു കാര്യമൊന്നും അല്ലല്ലോ ചെയ്തത് എന്ന് OCD ചോദിച്ചുകൊണ്ടിരിക്കും. നീ ഇങ്ങനെയെല്ലാം ചെയ്യുന്നു എന്ന് ദൈവം അറിഞ്ഞാൽ നിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് OCD നിങ്ങളോട് ചോദിക്കും. നീ ചില തെറ്റുകളെല്ലാം ദൈവം അറിഞ്ഞാൽ, നീ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ
ദൈവത്തെക്കുറിച്ച് ദൈവനിഷേധമായ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്ന് ദൈവം അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നീ നരകത്തിലേക്ക് പോകില്ലേ? നിന്റെ സ്വർഗം നിന്നിൽ നിന്നും ഇല്ലാതാക്കപ്പെടില്ലേ എന്നെല്ലാം നിങ്ങളോട് OCD റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് സ്പെക്കുലോസിറ്റി OCDയുടെ ബേസിക്. അതായത് എന്തുകൊണ്ട് വരുന്നു? വിശ്വാസത്തിൽ അധിഷ്ഠിതമായി വരുന്നു. കാരണം വിശ്വാസം എപ്പോഴും അബ്സ്ട്രാക്റ്റ് ആണ്. ഒരു ഉറപ്പില്ലാത്ത ഒന്നാണ് വിശ്വാസം എന്നർത്ഥം. സ്പെക്കുലോസിറ്റി OCD സാധാരണ എല്ലാ OCDയിലും ഉള്ള പോലെ തന്നെ ഈ OCDയിലും ഒരു ലൂപ്പുണ്ട്. എന്താണ് ലൂപ്പ്? നമുക്കറിയാം, ഒബ്സഷൻ, ആങ്സൈറ്റി, കമ്പൽഷൻ, വീണ്ടും ഒബ്സഷൻ, ആങ്സൈറ്റി, കമ്പൽഷൻ. ഇതാണ് അതിൻ്റെ ലൂപ്പ്. എൻ്റെ ചിന്ത ദൈവനിഷേധമായിരുന്നെങ്കിലോ എന്ന് OCD നിങ്ങളോട് ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് ആങ്സൈറ്റി ക്രിയേറ്റ് ആവുന്നു. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ധാരാളം ഗിൽറ്റും വരുന്നു, കുറ്റബോധവും വരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ പരിണത ഫലം? ഇത് തെറ്റല്ലേ? ഇതിങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, ഇങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക എന്നുള്ള രീതിയിലുള്ള ആങ്സൈറ്റി നിങ്ങൾക്ക് റിപ്പീറ്റഡ്ലി വരുന്നു. ആ ആങ്സൈറ്റി ഇല്ലാതാക്കാൻ നിങ്ങൾ ചിലപ്പോൾ മെൻ്റൽ കമ്പൽഷൻ ചെയ്യാം, അതല്ലെങ്കിൽ ഫിസിക്കൽ കമ്പൽഷൻ ചെയ്യാം. മനസ്സുകൊണ്ട് 100 വട്ടം പ്രാർത്ഥിച്ചാൽ എൻ്റെ ഈ തെറ്റ് ശരിയാവും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഓഫർ എന്തെങ്കിലും കാണിക്കു ചെലുത്തിയാൽ എൻ്റെ പ്രശ്നം സോൾവ് ആകും. ഏതെങ്കിലും രീതിയിൽ ഞാൻ പശ്ചാത്തപിച്ചാൽ എൻ്റെ പ്രശ്നം സോൾവ് ആകും എന്നുള്ള രീതിയിൽ നിങ്ങളൊരു കമ്പൽസീവ് ബിഹേവിയർ ചെയ്യുന്നു. പക്ഷേ ആ കമ്പൽസീവ് ബിഹേവിയർ താൽക്കാലികമായി മാത്രമേ നിങ്ങളുടെ ആങ്സൈറ്റിയെയും ആ ഒബ്സഷനെയും കുറയ്ക്കുന്നുള്ളൂ. ലോങ് റണ്ണിൽ ഈ സൈക്കിൾ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് ഒബ്സഷൻ, ഒരു പർട്ടിക്കുലർ തോട്ട്, നിങ്ങളുടെ ഈ ബ്ലാസ്ഫമസ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ നിങ്ങളുടെ സിന്നായിട്ടുള്ള, ഗിൽട്ടായിട്ടുള്ളൊരു തോട്ട് വരുന്നു, അതിൽ നിന്നും ആങ്സൈറ്റി ഉണ്ടാവുന്നു, അതിനനുസരിച്ചിട്ടുള്ള ഒരു കമ്പൽസീവ് ബിഹേവിയർ നിങ്ങൾ ചെയ്യുന്നു. ആ സൈക്കിൾ കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. സാധാരണഗതിയിൽ ഞാൻ OCDയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം പറയാറ് നിങ്ങൾ മരുന്ന് കഴിക്കണം എന്നുള്ളതാണ്. കാരണം OCD അത്ര എളുപ്പം സ്വയം ട്രീറ്റ് ചെയ്യാൻ പറ്റിയ ഒന്നല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മരുന്ന് കഴിച്ചുകൊണ്ട് CBTയും ERP തെറാപ്പിയും ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കുറച്ചുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യം തന്നെ നിങ്ങളുടെ ചിന്തകൾക്ക്, ഈ വരുന്ന ഒബ്സസീവ് ചിന്തകൾക്ക്, ഇത് OCD ആണ്, ഇത് സംസാരിക്കുന്നത് OCD ആണ്, ഈ ചിന്തകൾ ഒരിക്കലും യാഥാർത്ഥ്യമല്ല, ഈ ചിന്തകൾ വെറും ചിന്തകളാണ്, ഇത് OCD ആണ്, ഇത് OCD ആണ് സംസാരിക്കുന്നത്, എൻ്റെ മനസ്സല്ല, ഞാനല്ല എന്ന് കൃത്യമായി ഒരു ലേബിൾ കൊടുക്കുവാൻ മറക്കരുത്. രണ്ടാമത്, അൺസർട്ടനിറ്റിയെക്കുറിച്ച് 100% ഉറപ്പ് വേണം. ഞാൻ ചെയ്യുന്നതെല്ലാം 100% ശരിയായിരിക്കണം എന്നുള്ള തോന്നൽ ഒരിക്കലും ശരിയല്ല, അത് തെറ്റാണ്. നമ്മൾ ആർക്കും 100% പെർഫെക്റ്റായി ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. പ്രാർത്ഥനയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, വിശ്വാസത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, ഏത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. അത് ദൈവത്തിൻ്റെ കാര്യം മാത്രമല്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും 100% പെർഫെക്റ്റ് ആവാൻ യാതൊരു സാധ്യതയുമില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെപ്പോഴും അംഗീകരിക്കണം. മൂന്നാമത്, കമ്പൽഷൻസ് വരുമ്പോൾ അതിന് നമ്മൾ വളരെ പതിയെ റെസിസ്റ്റ് ചെയ്യാൻ പഠിക്കുക. അതായത് നിങ്ങളോട് പറയുകയാണ്, നീ ഈ പ്രായശ്ചിത്തം ഇപ്പോൾ തന്നെ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്യാം, ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് അതിന് ശേഷം ചെയ്യാം. അപ്പോൾ ആദ്യം OCDനെ അക്സെപ്റ്റ് ചെയ്യുന്നു. OCD ചിന്തകളാണ്, അതുകൊണ്ട് എനിക്ക് അത്ര നേരിട്ട് അത് ബാധിക്കപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. 2, നമ്മൾ 100% പെർഫെക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കുന്നു. ദൈവം ഒരിക്കലും നമ്മുടെ ശത്രുവല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവം മിത്രമാണ്. അപ്പോൾ അടുത്തത് വരുന്നത്, ഈ ഞാനിപ്പോൾ ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ ഒരു പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് വൈകിയാലും ദൈവം എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ആദ്യമെല്ലാം ഓരോ പ്രായശ്ചിത്തം ചെയ്യുമ്പോഴും, അത് മനസ്സുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും, ഒരു 5 മിനിറ്റ് വൈകി ചെയ്യുവാൻ ശ്രമിക്കുക. അങ്ങനെ 5 മിനിറ്റ് വൈകി ചെയ്യുവാൻ ശ്രമിച്ചതിന് ശേഷം കുറേ ദിവസം കഴിഞ്ഞ് ആ 5 മിനിറ്റ് 10 മിനിറ്റ് ആക്കുക, 20 മിനിറ്റ് ആകുക. അങ്ങനെ പതിയെ പതിയെ ഈ ഗ്യാപ്പ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ പുതിയ രീതിയിൽ പെരുമാറാൻ, കമ്പൽഷൻ ചെയ്യാൻ ശീലിപ്പിച്ചെടുക്കുകയാണ് ഈ പ്രക്രിയ കൊണ്ട്. കുറ്റബോധം എന്താണ് എന്ന് റീഡിഫൈൻ ചെയ്യണം. എന്താണ് കുറ്റബോധം? ഒരു കാര്യം ചെയ്ത് ആ ചെയ്തത് തെറ്റാണോ എന്നുള്ള കുറ്റബോധം, അതാണ് ഏറ്റവും പ്രധാനം. ഈ സ്പെക്കുലോസിറ്റി OCDയിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്, ഞാൻ ഈ ചെയ്തത് ശരിയാണോ, ഞാൻ ഈ ചെയ്തത് ശരിയല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഇത് ശരിയല്ലല്ലോ എന്നുള്ള കുറ്റബോധം നമുക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഈ ഗിൽറ്റിനെ നമുക്ക് ഈ കുറ്റബോധത്തെ റീഡിഫൈൻ ചെയ്യാം. വിശ്വാസം പനിഷിംഗ് ആയ, നമ്മളെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള, നമുക്ക് ശിക്ഷ തരുന്നതായിട്ടുള്ള വിശ്വാസം ഒരിക്കലും വിശ്വാസമല്ല. നമുക്കൊരു വിശ്വാസം ശിക്ഷ തരുന്നുണ്ടെങ്കിൽ, ആ വിശ്വാസം ശിക്ഷ തരുമോ എന്ന് നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിൽ
അത് വിശ്വാസമല്ല, അത് ഫിയറാണ്, പേടിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഗിൽറ്റ് വരുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പേടിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമുക്കുള്ളത് വിശ്വാസമാണോ അല്ലെങ്കിൽ പേടിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വേണം. അപ്പോൾ ഗിൽറ്റ് വരുന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പേടിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഗിൽറ്റിനെ റീഡിഫൈൻ ചെയ്യുക. കുറ്റബോധത്തെ റീഡിഫൈൻ ചെയ്യാൻ പഠിക്കുക. സൈക്കോളജിസ്റ്റിനെ കാണുകയോ സൈക്യാട്രിസ്റ്റിനെ കാണുകയോ ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു. മുമ്പ് പറഞ്ഞ 4 സ്റ്റെപ്പുകൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഉപയോഗിക്കാം. പക്ഷേ അതൊരിക്കലും ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്യാട്രിസ്റ്റിനെയോ ആൾട്ടർനേറ്റീവ് അല്ല. നിങ്ങൾക്ക് ശ്രമിക്കാം തീർച്ചയായും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്യാട്രിസ്റ്റിൻ്റെയോ സഹായത്തോടു കൂടി മാത്രമേ നിങ്ങൾക്ക് OCD ക്യൂർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവരിൽ ആരെങ്കിലും ഒരാളെ തുടക്കത്തിൽ കണ്ട് രണ്ടുപേരെയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാൻ അതിന് മറുപടി തരാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദയവ് ചെയ്ത് കമൻറ്റ് സെക്ഷൻ വായിക്കരുത്. OCDയിൽ CBT എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളിൽ CBT എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഉള്ളൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, വായിക്കാം. നന്ദി, നമസ്കാരം.